വന്നേ ഈ മുറി നിറങ്ങടി. എന്നെ വീട് വീടല്ലേ പറഞ്ഞത്? നീ വീടാ പറഞ്ഞില്ലേ? ബഹളം ഉണ്ടാക്കി സ്വന്തം ജീവിതം കുളം തോണ്ടാനാണോ നിന്റെ ഉദ്ദേശം? എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരടി? അതാദ്യം പറ. എന്റെ പേര് മോളിക്കുട്ടി. ഞാൻ കൃഷ്ണയുടെ കൂട്ടുകാരിയാ. ഇവിടെ നടന്ന കഥകളൊക്കെ എനിക്കറിയാം. നവീൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഗാഥയെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നിങ്ങളുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ച കാര്യങ്ങളും അറിയാം. ഓ, അപ്പോ എല്ലാം കൃത്യമായി പറഞ്ഞു തന്നിട്ട് എന്നെ കൈകാര്യം ചെയ്യാൻ കൊണ്ടുവന്നതാണ് നിന്നെ. കൈകാര്യം ചെയ്യാൻ കൃഷ്ണ പറഞ്ഞ ഞാനത് ചെയ്യും. പക്ഷെ കൃഷ്ണ ഇവിടെ വന്ന് അങ്ങനെ പെട്ടതല്ല. ആഹാ, അത് നീ പറയണ്ട. എന്റെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി വന്ന ഒരുത്തിയാണ് അവള്. എല്ലാം നിനക്കറിയാന്നല്ലേ പറഞ്ഞത്? അവള് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ കൈ നീട്ടി കൂലി വാങ്ങിച്ചുകൊണ്ട് പോയത് അവള് നിന്നോട് പറഞ്ഞില്ലേ? ഞാൻ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കും. ഇന്ന് നവീന്റെ ഒരു രജിസ്ട്രേഷൻ ഇവിടെ വെച്ച് നടക്കുക. അത് വാങ്ങിക്കുന്ന ആളുടെ കൂടെ കൃഷ്ണയ്ക്ക് വരേണ്ടി വന്നു. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് പോകും. ഈ വീടിനകത്ത് എത്തിയപ്പോ കൃഷ്ണ അവിടെ ഒതുങ്ങി ഒളിച്ചു നിന്നതാണ്. പക്ഷെ നവീന്റെ അമ്മ കണ്ടുപിടിച്ചു. കൃഷ്ണയും കൂട്ടി പൂജയ്ക്ക് പോവുകയും ചെയ്തു. അല്ല, ഇവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി അവളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയതാ. ഇതിന് മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഗാഥയെ ഒരു കാരണവശാലും ദ്രോഹിക്കാൻ പാടില്ലെന്ന് കൃഷ്ണ കൂടെ കൂടെ പറയാറുണ്ട്. അവളുടെ ആത്മാർത്ഥത മനസ്സിലാക്കിയത് കൊണ്ടാ ഞാൻ മിണ്ടാതെ നിൽക്കുന്നത്. നോക്ക്, തൽക്കാലം ഒന്ന് അടങ്ങി നിന്നാ ഒരു കുഴപ്പമില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. അതല്ലെങ്കിൽ ഗാഥ തന്നെ ചെന്ന് എല്ലാവരോടും എല്ലാം വിളിച്ചു പറ. പിന്നെ എന്താ സംഭവിക്കാന്ന് കാണാലോ. പിന്നെ ഇവിടെ നിന്ന് അവകാശം പറയാൻ ഗാഥ കാണില്ല. പറഞ്ഞില്ലാന്ന് വേണ്ട.